നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് നടക്കാത്ത ഏതൊരു കാര്യവും സാധിച്ചു കിട്ടുന്നതിന് പ്രദോഷ ദിവസം പ്രദോഷ സന്ധ്യയിൽ ചൊല്ലേണ്ട ഒരു നാമത്തെക്കുറിച്ചും അതുപോലെ ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചുമാണ്. ഇതിലേതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാവുന്നതാണ്. 2 വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രദോഷ സന്ധ്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം. പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് എല്ലാ ദിവസവും 4:30 മണി മുതൽ 6 മണി വരെയും 6 മണി മുതൽ 7:30 മണി വരെയുമുള്ള സമയമാണ്. അതിൽ തന്നെ പ്രദോഷ ദിവസവും തിങ്കളാഴ്ചയും വരുന്ന പ്രദോഷ സന്ധ്യയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. പ്രദോഷവ്രതം എന്ന് പറയുന്നത് ശിവപാർവതി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വ്രതമാണ്. ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസം കൂടിയാണ് പ്രദോഷവ്രതം. ഈ ഒരു ദിവസം വ്രതമെടുക്കുകയാണെങ്കിൽ ഏതൊരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും 2 പ്രദോഷങ്ങളാണ് വരാറുള്ളത്. അതിലേത് പ്രദോഷ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിലും വളരെ നല്ല ഫലങ്ങൾ ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ചും ശനിയാഴ്ച വരുന്ന പ്രദോഷവും തിങ്കളാഴ്ച വരുന്ന പ്രദോഷവും വളരെയധികം മഹത്വരവുമാണ്. പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി സകല പാപങ്ങളും ഇല്ലാതാകും, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രദോഷ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വിവാഹം നടക്കുന്നതിന് വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, അങ്ങനെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും പ്രദോഷ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. എന്നാൽ എല്ലാവർക്കും പ്രദോഷ വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല, അവരവരുടെ ആരോഗ്യസ്ഥിതി കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം വ്രതം അനുഷ്ഠിച്ചില്ലെങ്കിലും ലഘുവായ ഭക്ഷണങ്ങൾ കഴിച്ച്, വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ച്, വെജിറ്റേറിയൻ ഫുഡ് ആണെങ്കിൽ പോലും അത് വയറ് നിറയെ കഴിക്കാതെ മിതമായിട്ട് നമുക്ക് വിശപ്പിന് വേണ്ടി മാത്രം വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചുകൊണ്ട് ഈ പറയുന്ന വഴിപാടുകളൊക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ത്രയോദശി തിഥിയിലെ പ്രദോഷ സന്ധ്യയിൽ ചെയ്യുന്നത് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. കാരണം ത്രയോദശി തിഥിയിലെ പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് കൈലാസത്തിൽ ഭഗവാൻ പരമശിവൻ പാർവതീ ദേവിയെ രത്നപീഠത്തിൽ ഇരുത്തി ദേവിയുടെ മുന്നിൽ ആനന്ദ നൃത്തമാടുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്ത്. മാത്രമല്ല ഈ ഒരു ഭഗവാന്റെ ആ ഒരു നൃത്തം കാണുന്നതിന് വേണ്ടി എല്ലാ ദേവാദി ദേവന്മാരും അവിടെ സന്നിഹിതരായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പ്രദോഷ ദിവസം വരുന്ന സന്ധ്യയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ നല്ല ഫലങ്ങൾ എല്ലാ ദേവാദി ദേവന്മാരുടെയും അനുഗ്രഹത്താൽ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്ന് പറയുന്നതിന്റെ കാരണം. പ്രദോഷ വ്രതം എടുക്കുക എന്ന് പറയുമ്പോൾ തലേ ദിവസം ഒരിക്കലായിരിക്കണം. പ്രദോഷ ദിവസം പൂർണ്ണമായ ഉപവാസം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പച്ചരിച്ചോറോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വെള്ളച്ചോറോ കഴിക്കാവുന്നതാണ്. രാത്രിയിൽ ക്ഷേത്രത്തിൽ പോയി ദീപാരാധന കണ്ടു തൊഴുതതിനു ശേഷം ഫ്രൂട്ട്സ് കഴിക്കാം. ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടാണ് വ്രതം എടുക്കുന്നതെങ്കിൽ അവർക്ക് രാത്രിയിൽ കുറച്ച് ചോറ് കഴിക്കണമെന്നുള്ളവർക്ക് പച്ചരിച്ചോറ് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ട് പ്രദോഷ വ്രതം അനുഷ്ഠിക്കുക. അവരവരുടെ ആരോഗ്യസ്ഥിതി നോക്കി വേണം ഏതൊരു വ്രതവും അനുഷ്ഠിക്കേണ്ടത്. പ്രദോഷ ദിവസം രാവിലെ തന്നെ ഉണർന്ന് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് കൂവള ഇല സമർപ്പിച്ച് പിൻവിളക്ക് വഴിപാടും നടത്തുന്നത് വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. ഇനി നമുക്ക് പ്രദോഷ സന്ധ്യയിൽ നടക്കാത്ത ഏതൊരു കാര്യവും സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ഈ ഒരു പ്രദോഷം മാത്രമല്ല, മാസത്തിൽ വരുന്ന ഏതൊരു പ്രദോഷവും 2 പ്രദോഷമാണ് എല്ലാ മാസവും വരുന്നത്. ആ ഏതൊരു പ്രദോഷത്തിലും ഇത് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ പ്രദോഷ ദിവസം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച പ്രദോഷ സന്ധ്യ, അതായത് ഒരു 6:30 മണിക്ക് ശേഷമുള്ള ഒരു 7:30 മണി വരെയുള്ള സമയത്ത് ചെയ്യാവുന്നതാണ്. കറുക നമുക്കെല്ലാം അറിയാം, ഗണപതി ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്ന ഒന്നാണ് കറുക. കറുക കൊണ്ട് നമ്മൾ ഗണപതി ഭഗവാന് അർച്ചന ചെയ്യാറുണ്ട്, കറുക മാല സമർപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഏത് നടക്കാത്ത കാര്യവും സാധിക്കുന്നതിന് പ്രദോഷ ദിവസം പ്രദോഷ സന്ധ്യയിൽ ഭഗവാന് 108 കറുക കൊണ്ട് ഓം നമഃശിവായ ചൊല്ലി അർച്ചന ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിച്ചു കിട്ടുമെന്നുള്ളതാണ്. ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ന്യായമായ ആവശ്യങ്ങളായിരിക്കണം. നമുക്ക് നടന്നു കിട്ടാൻ അർഹതയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കത് തീർച്ചയായും നടന്നു കിട്ടും. അതിനോടൊപ്പം നമ്മൾ എന്താണോ നമ്മുടെ സൈഡിൽ നിന്ന് പ്രയത്നിക്കേണ്ടത് അതും കൂടി ചെയ്താൽ മാത്രമേ ഏത് കാര്യവും സാധിക്കുകയുള്ളൂ. ഇത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടിയും
നമ്മുടെ വീട്ടിലെ ശിവഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ 108 കറുക കൊണ്ടുവന്ന് ഓം നമഃശിവായ എന്ന് ഓരോ തവണയും ചൊല്ലുമ്പോൾ ഓരോ കറുക വീതം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കറുക കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു വഴിപാട് ചെയ്യാൻ സാധിക്കുന്നത്, അതും നമ്മുടെ ഏതൊരു പ്രോബ്ലവും സോൾവ് ആകുന്നതിന് വേണ്ടി ചെയ്യാം. ഇതേ സമയം തന്നെയാണ്, അതായത് പ്രദോഷ സന്ധ്യയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് രാവിലെ ചെയ്യാമോ എന്നൊന്നും ചോദിക്കരുത്. പ്രദോഷ സന്ധ്യയിൽ ചെയ്യേണ്ട ഒരു വഴിപാടുകളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. 2 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാതിരിക്കുക. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരേ ഒരു വെറ്റില, പിന്നെ നമുക്ക് ഒരു കർപ്പൂരം. ഇത് 2 മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ആദ്യം തന്നെ ആ വെറ്റില എടുത്ത് അതിന്റെ തണ്ട് കട്ട് ചെയ്ത് കളയുക. ഒരേ ഒരു വെറ്റില വെക്കുക. വെറ്റില വെക്കുമ്പോൾ ഒരേ ഒരു വെറ്റില എടുത്ത് അതിനു മുകളിൽ ഒരേ ഒരു കർപ്പൂരം മാത്രം വെച്ചാൽ മതി. വെറ്റിലയ്ക്ക് ഡയറക്ഷൻ ഒന്നുമില്ല. അതിന്റെ തുമ്പ് സൗത്തിലേക്ക് മാത്രം വെക്കാതിരിക്കുക. നമ്മുടെ പൂജാമുറിയിൽ ഒരു ചെറിയ പ്ലേറ്റ് എടുത്ത് ആ വെറ്റില വെച്ചു. വെറ്റിലയ്ക്ക് മുകളിലായിട്ട് ഒരു കർപ്പൂരം വെച്ച് അത് കത്തിക്കുക. ആദ്യം തന്നെ നമ്മുടെ ആഗ്രഹം എന്താണ് എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ കർപ്പൂരം കത്തിക്കുക. ആ കർപ്പൂരം കത്തിത്തീരുന്നത് വരെയും ചൊല്ലേണ്ട ഒരു നാമത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സിന് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓം ഹരിംകാര മഹാലിംഗായ നമ. ഓം ഹരിംകാര മഹാലിംഗായ നമ. ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് ആ കർപ്പൂരം അണയുന്നത് വരെയുമാണ് ചൊല്ലേണ്ടത്. വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളിലും വരുന്ന പ്രദോഷ സന്ധ്യയിൽ ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. വളരെ വലിയൊരു പ്രശ്നമാണെങ്കിൽ നമുക്കൊരു തിങ്കളാഴ്ച മുതൽ അടുത്ത തിങ്കളാഴ്ച വരെയുള്ള 8 ദിവസം പ്രദോഷ സന്ധ്യയിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അടുത്ത ഒരു സംശയം വരും, 8 ദിവസം ചെയ്യുമ്പോൾ നോൺ വെജ് കഴിക്കാമോ എന്നുള്ളതായിരിക്കും. ഇത് ചെയ്തതിന് ശേഷം നോൺ വെജ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഉച്ചയ്ക്കൊന്നും തന്നെ നോൺ വെജ് കഴിക്കാതെ വേണം. ഇത് സന്ധ്യയ്ക്കാണ് ചെയ്യേണ്ടത്, രാവിലെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനുശേഷം നോൺ വെജ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എല്ലാ തിങ്കളാഴ്ചകളിലും മാത്രമായിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പ്രദോഷ ദിവസം മാത്രമായിട്ടും ഇത് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ആ വെറ്റിലയുടെ മുകളിൽ വെച്ചിട്ടുള്ള ആ കർപ്പൂരം കത്തിക്കുക, നാമം ചൊല്ലുക. കർപ്പൂരം കത്തിത്തീരുന്നത് വരെയും നാമം ചൊല്ലണം. വളരെ ചെറിയ കർപ്പൂരമല്ല, സാധാരണ ഒരു മീഡിയം സൈസിലുള്ള കർപ്പൂരം വേണം കത്തിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ആ വെറ്റില കളയാവുന്നതാണ്. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഏതാണോ അത് ചെയ്യാവുന്നതാണ്. നാളെ പ്രദോഷമാണ്, നാളെ ഞായറാഴ്ച പ്രദോഷമാണ്. അതുകൊണ്ട് തന്നെ നാളെ ചെയ്യാൻ സാധിക്കുന്നവർക്ക് നാളെ ചെയ്യാം. അല്ലെങ്കിൽ ഇനി വരുന്ന ഏതൊരു പ്രദോഷത്തിനും ചെയ്യാം. പ്രദോഷ ദിവസം മിസ്സായി പോവുകയാണെങ്കിൽ തിങ്കളാഴ്ചകളിൽ സന്ധ്യയ്ക്ക് ചെയ്യാവുന്നതാണ്. സന്ധ്യയ്ക്ക് എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചകളിൽ ചെയ്യുമ്പോൾ 6:30 മണി മുതൽ 7:30 മണിക്കുള്ളിൽ ചെയ്യാൻ ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.